പാലിനേക്കാൾ വെളുത്തതും തേനേക്കാൾ മധുരമുള്ളതും ആകാശ നക്ഷത്രങ്ങളെക്കാൾ അധികം കോപ്പകളുള്ള ഹൗദിന്റെ അടുത്ത് വെച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ കാത്തു നിൽക്കുന്നതാണ്. അവിടെ വെച്ച് മുഖത്തെ വുളുവിന്റെ പ്രകാശം കൊണ്ട് തന്റെ ഉമ്മത്തിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയപ്പെടുന്നതാണ്. അങ്ങനെ റസൂലിന്റെ അടുത്തേക്ക് വരുന്ന ചില ആളുകളെ തടയപ്പെടും. റസൂൽ ചോദിക്കും, തന്റെ ഉമ്മത്താണല്ലോ, എന്താ അവരെ തടങ്ങുന്ന ചോദിക്കാൻ നേരത്ത് അവിടുന്ന് വിളിച്ചു പറയും, അത്തദ്രി മാ അഹ്ദസത ബഅദക്, പ്രവാചകരെ അങ്ങക്ക് ശേഷം അങ്ങ് പൂർത്തിയാക്കിയ ദീനിലേക്ക് പല കാര്യങ്ങളും കടത്തിക്കൂട്ടി, പല ബിദ്അത്തുകളും ചെയ്തു, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകൾ കൊണ്ടാടി എന്ന് പറയുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്കൻ സുഹ്ക, ദൂരെ പോകൂ, മാറിപ്പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഉണ്ടാകുന്നത്? ബിദ്അത്തുകൾ ചെയ്ത ആളുകൾക്ക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്ത ആളുകളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രവാചകൻ, ആ പ്രവാചകന്റെ കൈകൊണ്ട് ഒരുപാട് ആ പാനീയം കുടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എത്താൻ നേരത്ത് നമ്മെ ആട്ടി ഓടിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ ചെയ്തുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നബിദിനം ബിദ്അത്താണെന്ന് പറയുമ്പോഴേ നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞു പോകാതെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തിയാ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? നബിദിനം ആഘോഷിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നബിയെ നമ്മേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്വഹാബികൾ എന്ത് ചെയ്തിട്ടില്ല? ആഘോഷിച്ചിട്ടില്ല. ആ ദിവസം അവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായിരുന്നു. മദീന കരഞ്ഞ ദിവസമാണ്. ആ ദിവസമാണ് പ്രിയപ്പെട്ടവരെ റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് വിട പറഞ്ഞത്. ഏറ്റവും വലിയ ദുരന്തം നടന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു മരണ ദിവസം. ആ ദിവസം നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രവാചകൻ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും നബിദിനം എന്ന പേരിൽ ഒരുപാട് സന്തോഷിച്ച് ആർമാദിക്കാണ്. ആ ദിവസം എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക? റബീഉൽ അവ്വൽ 12-ലേക്ക് എത്തുമ്പോഴേ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, എന്റെ റബ്ബിന് ഇഷ്ടമാണോ ഈ ആഘോഷിക്കുന്നത്? എന്റെ പ്രവാചകന് ഇഷ്ടമാണ് ഈ ആഘോഷിക്കുന്നത്? ഇങ്ങനെയാണോ എന്റെ നബിയെ സ്നേഹിക്കേണ്ടത്? അല്ല. പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബികൾ എങ്ങനെയാണോ സ്നേഹിച്ചത് അതേപോലെ നമ്മൾ സ്നേഹിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതേപോലെ നമ്മൾ പിൻപറ്റണം. നബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം, എല്ലാ വക്തും കൃത്യമാക്കണം. ഇതൊക്കെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ. അത് ചെയ്തോ? ആ പ്രവാചകനെ സ്നേഹിക്കുന്നതായില്ലേ പ്രിയപ്പെട്ടവരെ? അതല്ലാതെ നബിദിനം നടത്തിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് മാത്രം തീർക്കേണ്ടതല്ല ആ പ്രവാചക സ്നേഹം. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചു നമ്മൾ ചിന്തിച്ചു നോക്കാം, നബിദിനം കൊണ്ടാടണോ വേണ്ടയോ എന്ന്.